ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, 1000 റക്അത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു സൂറത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 1000 റക്അത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു സൂറത്തുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എവിടെ നിന്ന് പറഞ്ഞാലും ഇന്നത്തെ ജീവിതത്തിന്റെ ഇന്നത്തെ ദിവസം മുതൽ മരിക്കുന്നതുവരെ 1000 റക്അത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ആ സൂറത്തിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാതെ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത മനോഹരമായ സൂറത്ത് ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഓരോ വഖത്ത് നിസ്കാരം കഴിയുമ്പോഴും പ്രാർത്ഥനയ്ക്ക് മുമ്പായി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതിന് മുമ്പായി എന്റെ പ്രിയമുള്ളവരെ ആ നിസ്കാരമായി വന്നുകൊണ്ട് മനോഹരമായ സൂറത്തോടാ നിങ്ങളുടെ മനസ്സ് കാണിക്കുക. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഒരു മനോഹരമായ സൂറത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ ഓതിയാൽ 1000 പ്രാവശ്യം ഓതിയതിന്റെ 1000 പ്രാവശ്യം നിസ്കരിച്ചതിന്റെ 1000 റക്അത്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് തരുന്നതാണ്. അത് കേൾക്കാനുള്ള ആവേശത്തോടെ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാകുൽ തകാസുർ ഹത്താ സുർതുൽ മഖാബിർ അൽഹാകുൽ തകാസുർ ഹത്താ സുർതുൽ മഖാബിർ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ തകാസുർ എത്ര അത്ഭുതകരമായ സൂറത്തെന്നറിയോ, എത്ര ഗൗരവമുള്ള സൂറത്തെന്നറിയോ എന്റെ സഹോദരങ്ങളെ. ആ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ തകാസുർ എന്ന ചുരുങ്ങിയ സൂറത്തിന്റെ ആയത്തുകൾ പറഞ്ഞു തരുന്നതെന്താ? ഖബറിനെ കുറിച്ചാണ്, മരണത്തെ കുറിച്ചാണ്, പരലോകത്തെ കുറിച്ചാണ്, ആഖിറത്തെ കുറിച്ചാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ തകാസുർ പറയുന്നത് അൽഹാകുൽ തകാസുർ ഹത്താ സുർതുൽ മഖാബിർ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് പണത്തിന് വേണ്ടിയുള്ള, അധികാരത്തിന് വേണ്ടിയുള്ള താല്പര്യങ്ങൾ മനുഷ്യനിങ്ങനെ അനുകരിച്ചുകൊണ്ടിരിക്കുന്ന എവിടം വരെ ഖബറിലേക്ക് നിങ്ങളെ കൊണ്ടുവെക്കുന്നത് വരെ, ഖബർ സന്ദർശനം നടത്തുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ റളിയല്ലാഹുവിനോട് പറയുന്നവരെ കല്ലാ സൗഫ തഅലമൂൻ, അതേ നിങ്ങൾ അറിയുക തന്നെ ചെയ്യുന്നതാണ്. ആ ഖബർ ജീവിതത്തിന്റെ കൊള്ളുന്ന അനുഭവങ്ങളില്ലേ അത് നിങ്ങൾ അറിയുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ പറയുകയാണ്. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ആ ഖബർ ജീവിതത്തിന്റെ പൊള്ളുന്ന അനുഭവങ്ങൾ നിങ്ങൾ അറിയുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് എത്ര സൂറത്തുകളുണ്ട് നബിയേ? ഖുർആൻ എത്രയോ സൂറത്തുകളുണ്ട് നബിയേ, ഈ സൂറത്തിന് മാത്രം എന്തേ എത്ര പ്രത്യേകത എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇതിന്റെ അകത്ത് ഖബറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ആ ഖബറിന്റെ അദാബിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അല്ലാഹുവിന്റെ ചോദ്യത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, പരലോക വിചാരണയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഉമറേ, ഈ അർത്ഥം ചിന്തിച്ചുകൊണ്ട് സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഓതിയാൽ 1000 പ്രാവശ്യം പടച്ചോന് സുജൂദ് ചെയ്തതിന്റെ ഗുണമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ഖബറിനെ കുറിച്ച് പറയുന്ന മജ്‌ലിസിന്റെ പുണ്യമാ, ഖബറിനെ കുറിച്ച് ചിന്തിക്കുന്ന മജ്‌ലിസിന് പോലും പുണ്യമാ, ഖബറിനെ കുറിച്ച് ആലോചിക്കുന്ന മജ്‌ലിസിന് പോലും പുണ്യമാ, ഖബറിനെ കുറിച്ച് ഒരു ദിവസം 20 പ്രാവശ്യം ചിന്തിക്കുന്നവർക്ക് ശഹീദിന്റെ കൂലി കിട്ടുമെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി